അന്ന് സിനിമാ ലോകത്തെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത പുറത്തു വന്നിരുന്നത്. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങിയ ചാർലി ചാപ്ലിൻ പിന്നീട് എഴുന്നേറ്റിട്ടില്ല. ചാർലി ചാപ്ലിൻ എന്ന ഹാസ്യ സാമ്രാട്ട് ഈ ലോകത്തിൽ നിന്നും തൻ്റെ 88-ാം വയസ്സിൽ വിട്ടുപോയിരിക്കുന്നു. അന്ന് ചാർലി ചാപ്ലിൻ്റെ ഭാര്യയായ ഊന ഒനീലിന് ഒരു ഫോൺ കോൾ വന്നു. ചാപ്ലിൻ്റെ ശവം ആരോ കല്ലറയിൽ നിന്ന് മോഷ്ടിച്ചെന്നും അത് വിട്ടു തരണമെങ്കിൽ 50 ലക്ഷം രൂപ അവർ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ വിവരം ഉടൻ തന്നെ ഊന ഒനീൽ പോലീസിനെ അറിയിച്ചു. എന്നാൽ പോലീസ് ഇതിൽ അങ്ങനെ ഭയപ്പെടുവാനൊന്നുമില്ലെന്നും ആരെങ്കിലും പറ്റിക്കുവാൻ വേണ്ടി വിളിച്ചതായിരിക്കുമെന്നും പറഞ്ഞ് ഊനയെ ആശ്വസിപ്പിച്ചു. എന്നാൽ അന്ന് വീണ്ടും ആ ഫോൺ കോൾ ഊനയെ തേടിയെത്തി. വീണ്ടും അവർ പോലീസിനെ ആ വിവരം അറിയിച്ചു. പോലീസ് ഉടൻ തന്നെ ചാപ്ലിൻ്റെ ശവക്കല്ലറയിൽ പോയി കുഴിക്കുവാൻ തുടങ്ങി. എന്നാൽ കുഴിച്ചതിന് ശേഷം അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫോൺ കോളിൽ അവർ പറഞ്ഞതുപോലെ ചാർലി ചാപ്ലിൻ്റെ ശവം അവിടെ ഇല്ലായിരുന്നു. ഏപ്രിൽ 16 ലണ്ടനിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന ചാർലി ചാപ്ലിൻ്റെ ജനനം. ചാപ്ലിൻ്റെ മാതാപിതാക്കൾ ലണ്ടനിലെ ചെറിയ പാട്ടുകാരായിരുന്നു. എന്നാൽ സ്വന്തം മാതാപിതാക്കളോടൊപ്പം അധികനാൾ കഴിയാൻ ബാലനായ ചാർലിക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല. അനാഥാലയങ്ങളിലും തെരുവ് കൂരകളിലുമായിരുന്നു അവൻ വളർന്നത്. ചാർലിക്ക് വെറും 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തെ വിട്ടുപോയിരുന്നു. അതോടെ അമ്മയെയും സഹോദരൻ സിഡ്നിയെയും നോക്കേണ്ട ചുമതല ചാർലിക്കായി. സ്കൂൾ പഠനം നിർത്തി വീണ്ടും തെരുവിലേക്ക് ഇറങ്ങാൻ അവൻ നിർബന്ധിതനായി. വിനോദശാലകളിൽ പാട്ടുപാടിയും കോമാളി വേഷങ്ങളും കെട്ടിയാടിയും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവൻ കുടുംബം പുലർത്തി. കിട്ടുന്ന തുച്ഛമായ വരുമാനം കുടുംബത്തെ പോറ്റാൻ മതിയാവാതെ വന്നപ്പോൾ 1910 അദ്ദേഹം കപ്പലിൽ കയറി അമേരിക്കയിലേക്ക് യാത്രയായി. അമേരിക്കയിലെ ഒരു ട്രൂപ്പിൽ അദ്ദേഹം അംഗമായി മാറി. കോമാളിത്തരങ്ങളിലൂടെ ആരെയും ചിരിപ്പിച്ച് മണ്ണ് കപ്പിക്കുന്ന ആ കൗമാരക്കാരനെ അമേരിക്കൻ കാണികൾക്ക് ഇഷ്ടമായി തുടങ്ങി. ഈ സമയം കൊണ്ട് തന്നെ ചാപ്ലിൻ അമേരിക്കയെ മുഴുവനും കയ്യിലെടുത്തിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം ചാപ്ലിന് കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്നു. അമേരിക്ക മുഴുവനും പ്രശസ്തി നേടിയെടുത്ത ചാർലി ചാപ്ലിനെ കാണുവാൻ അന്നത്തെ മികച്ച കമ്പനികളിൽ ഒന്നായ കീസ്റ്റോൺ ഫിലിം കമ്പനി ചാപ്ലിനെ തേടിയെത്തി. അവരുടെ അടുത്ത സിനിമയിൽ നായകനാവുവാൻ വേണ്ടിയിട്ടാണ് അവർ ചാപ്ലിനെ തേടിയെത്തിയിരുന്നത്. അങ്ങനെ 1913 സെപ്റ്റംബറിൽ ചാപ്ലിൻ കീസ്റ്റോൺ ഫിലിം കമ്പനിയുടെ കരാർ ഒപ്പിട്ടു. അങ്ങനെ 1914 കീസ്റ്റോൺ ഫിലിം കമ്പനി പുറത്തിറക്കിയ മേക്കിംഗ് എ ലിവിംഗ് എന്ന ആദ്യ ചിത്രം തന്നെ അദ്ദേഹത്തെ ജനപ്രിയനാക്കി. ആ വർഷം വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി 35 സിനിമകളിൽ ചാർലി വേഷമിട്ടു. അവയിൽ പകുതിയും അദ്ദേഹം തന്നെ എഴുതി സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചവയായിരുന്നു. അന്ന് പുറത്തിറങ്ങിയ കിഡ് ഓട്ടോ റേസ് അറ്റ് വെനീസ് എന്ന ചിത്രത്തിലാണ് ചാർലി ആദ്യമായി തെണ്ടി വേഷം അണിഞ്ഞത്. തൻ്റെ ബാല്യകാലം സമ്മാനിച്ച ദുരന്ത അനുഭവങ്ങളും ദാരിദ്ര്യവുമാണ് ആ വേഷത്തിന് സ്വാഭാവികത പകരാൻ സഹായിച്ചതെന്ന് ചാർലി ചാപ്ലിൻ തൻ്റെ ആത്മകഥയായ മൈ ഓട്ടോബയോഗ്രഫിയിൽ തുറന്നു പറയുന്നുണ്ട്. വെറും 3 വർഷം കൊണ്ട് അദ്ദേഹം 1918 യുണൈറ്റഡ് ആർട്ടിസ്റ്റ് എന്ന ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനം തുടങ്ങി. 1927 സംസാരിക്കുന്ന ചലച്ചിത്രങ്ങൾ രംഗത്തെത്തി. നിശബ്ദ കാലഘട്ടത്തിലെ ചാപ്ലിൻ ചിത്രങ്ങളായ എ ഡോഗ്സ് ലൈഫ്, ദി കിഡ്,
ദി ഗോൾഡ് റഷ്, സിറ്റി ലൈറ്റ്സ്, ദി മോഡേൺ ടൈംസ് തുടങ്ങിയവയും ശബ്ദചിത്രങ്ങളായ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ലൈം ലൈറ്റ്, എ കിങ് ഇൻ ന്യൂയോർക്ക് തുടങ്ങിയവയും എക്കാലത്തെയും ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ പെടുത്താവുന്നതാണ്. ഇവയെല്ലാം സംവിധാനം ചെയ്തതും ചാപ്ലിൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും ബോക്സ് ഓഫീസ് വിജയം നേടാതിരുന്നിട്ടുമില്ല. ഒരു സമയത്ത് ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ മാത്രം കുടിച്ചു കഴിഞ്ഞിരുന്ന ഒരു ബാലൻ പിൽക്കാലത്ത് അമേരിക്കയിലെ കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ കഥയാണ് ചാപ്ലിൻ്റേത്. ജീവിതത്തിലെ പ്രതിസന്ധികളിലൊന്നും തളരാതെ പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഴിഞ്ഞിരുന്ന ചാപ്ലിന്റെ കുടുംബജീവിതം സുഖകരമായിരുന്നില്ല. പലതവണ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്വസ്ഥ ജീവിതം കൈവന്നത് മഹാനായ നാടകകൃത്ത് യൂജിൻ ഓനീലിന്റെ മകൾ ഊന ഓനീലിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. സമൂഹത്തിലെ അഴിമതിയും വൃത്തികെട്ട രാഷ്ട്രീയവും ചിരിയിലൂടെ തുറന്നുകാട്ടി പരിഹസിച്ചും വിമർശിച്ചും തിരുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ നേതാവായ ഹിറ്റ്ലറിനെ പോലും അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ വിമർശിച്ചിട്ടുണ്ട്. 1972 സ്പെഷ്യൽ ഓസ്കാർ പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ അനാഥ ശിശു. തെരുവ് കൂരകളിലും അനാഥാലയങ്ങളിലുമായി കഴിഞ്ഞുകൂടിയ ബാല്യം. പാട്ടുപാടിയും കോമാളി വേഷങ്ങൾ കെട്ടിയാടിയും കുടുംബം പുലർത്തി. തന്റെ തെണ്ടിവേഷം കൊണ്ട് തന്നെ സിനിമാ ലോകത്തെയും കലാലോകത്തെയും കൂടെ കൂടെ ചിരിപ്പിച്ച കലാകാരൻ 1977 ഡിസംബർ 25 സ്വിറ്റ്സർലൻഡിൽ വെച്ച് അന്തരിച്ചു. എന്നാൽ മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തിന് സ്വസ്ഥത ലഭിച്ചിരുന്നില്ല. റോമൻ വാർഡസ്, ബൾജേറിയൻ ഗാൻജോ എന്നീ രണ്ടുപേർ പണത്തിനായി ചാർലി ചാപ്ലിന്റെ ശവം കല്ലറയിൽ നിന്നും എടുത്ത് 15 മൈൽ അകലെയുള്ള ഒരു ഗ്രൗണ്ടിൽ കുഴിച്ചിട്ടു. എന്നാൽ പോലീസുകാർ സെൽഫോൺ ടവറിന്റെ സഹായം മൂലം 200ഓളം നമ്പറുകൾ അവർ ശേഖരിച്ചെടുത്തിരുന്നു. അങ്ങനെ കുറ്റവാളികളുടെ നമ്പർ കണ്ടുപിടിക്കുവാനായി അവർക്ക് 5 ആഴ്ച വേണ്ടി വന്നു. അവസാനം പോലീസുകാർ അവരെ കണ്ടെത്തി. ചാപ്ലിന്റെ ശവവും അവർക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചു.